ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പ് നൗവിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബ്ബായ ഫ്രാങ്ക്ഫർട്ടിനെ FC ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ഹൂൾസ് കൂണ്ടയുടെ തലയാണ് ബാഴ്സയെ രക്ഷിച്ചത് എന്ന് പറയേണ്ടി വരും. അതായത് ആദ്യം ബാഴ്സലോണ ഒരു ഗോൾ വഴങ്ങി, മത്സരത്തിന്റെ 21-ാമത്തെ മിനിറ്റിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കൂണ്ടയുടെ ഒരു മികവിലൂടെ FC ബാഴ്സലോണ തിരിച്ചു വന്നു. 2 ഹെഡർ ഗോളുകളാണ് ഹൂൾസ് കൂണ്ടെ സ്വന്തമാക്കിയിട്ടുള്ളത്. 50-ാമത്തെ മിനിറ്റിലും 53-ാമത്തെ മിനിറ്റിലുമാണ് കൂണ്ടെ ഹെഡർ ഗോളുകൾ നേടിയത്. അതുവഴിയാണ് FC ബാഴ്സലോണ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ബാഴ്സയുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം സ്കോർ ചെയ്യാൻ FC ബാഴ്സലോണയ്ക്ക് കഴിയുന്നില്ല. ബാഴ്സലോണ തിരിച്ചുവരവുകളാണ് നടത്തുന്നത്. അതായത് ആദ്യം എതിരാളികൾ സ്കോർ ചെയ്യും, അതിനുശേഷമാണ് ബാഴ്സ ഗോളുകൾ നേടുന്നത്. അവസാനത്തെ 4 മത്സരങ്ങൾ എടുത്തു നോക്കുക. ആ 4 മത്സരങ്ങളിലും ആദ്യം ഗോൾ അടിച്ചത് എതിരാളികളാണ്. പിന്നീടാണ് FC ബാഴ്സലോണ തിരിച്ചു വന്നിട്ടുള്ളത്. അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഗോൾ അടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ബാഴ്സ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഞങ്ങളുടെ മെന്റാലിറ്റിയുടെയും ആറ്റിറ്റ്യൂഡിന്റെയും തെളിവാണ്. പക്ഷെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ ഞങ്ങൾ ആദ്യം ഗോൾ നേടാൻ ശ്രമിക്കേണ്ടതുണ്ട്. വിജയത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം എതിരാളികൾ ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഞങ്ങൾക്ക് അവർ സ്പേസുകൾ അനുവദിച്ച് നൽകിയിരുന്നില്ല. സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യം സ്കോർ ചെയ്യാൻ FC ബാഴ്സലോണ ശ്രമിക്കേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ 14-ാം സ്ഥാനത്താണ് ഉള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 10 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഇനിയിപ്പോൾ ലാലിഗയിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ ഒസാസുനയാണ് ബാഴ്സയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.